ജനങ്ങൾക്ക് ഒന്ന് നരേന്ദ്രമോദിയിൽ ഭയങ്കര വിശ്വാസമാണ്. അയ്യോ, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു ഗവൺമെൻറ്റാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് നമ്മുടെ ജനപ്രതിനിധികൾ അതിൽ ഇടപെടാത്തത് കൊണ്ടാണ് ഒന്ന് ഡിലേ ആയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടം ഓരോ സാധാരണക്കാരനിലും എത്തിയെന്ന വടകര മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ദിലീപ്. മാറാത്തത് മാറുമെന്ന സന്ദേശം ഉയർത്തിയാണ് ഇത്തവണ വോട്ട് തേടുന്നത്. വിജയിച്ചാൽ വടകരയ്ക്കായി ഏറെ കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം വടകര പ്രസ് ക്ലബിൽ നടത്തിയ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ പറഞ്ഞു. വടകര അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുകയാണ്. കേരളത്തിലെ പാർട്ടി 3 മുദ്രാവാക്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിച്ചത്. അതിലൊന്ന് വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്നിവയാണ്. കാരണം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ദേശീയ ജനാധിപത്യ സഖ്യം ഉയർത്തിയത്. അതിൻ്റെ റിസൾട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ ജനങ്ങൾ BJPക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വികസന രാഷ്ട്രീയമാണ് BJP പറയുന്നത്. കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അത് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ഏത് വികസനമാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണെങ്കിലും, അതേപോലെ തന്നെ ജനൌഷധിയുടെ കാര്യമാണെങ്കിലും, എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവൻ മിഷൻ്റെ കാര്യമാണെങ്കിലും, ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതിയാണെങ്കിലും, PM ശ്രീ പദ്ധതിയാണെങ്കിലും, എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന ചേർത്ത് നിർത്തുന്ന ഒരു വികസന കാഴ്ചപ്പാടാണ്, അതിനനുസരിച്ചിട്ടുള്ള പദ്ധതിയാണ് കഴിഞ്ഞ 12 വർഷമായി രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ വടകരയിൽ നമുക്ക് കാണാൻ സാധിക്കും. വടകരയുടെ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. അതേപോലെ തന്നെ 6 വരി ദേശീയപാത ഏകദേശം 1 വർഷത്തോ കൊണ്ട് ആ പണി പൂർത്തീകരിക്കും. അതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ജില്ലാ ആശുപത്രിയായ വടകര ഗവൺമെൻറ് ആശുപത്രിക്ക് പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ട് 87 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജൂബിലി കുളം നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. നമ്മുടെ കുടുംബ കോടതിയുടെ പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽജീവൻ മിഷൻ പദ്ധതി, അത് നഗരസഭയിൽ അമൃത് പദ്ധതി എന്നുള്ള രീതിയിലാണ്. അതിനും 60% ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അപ്പം നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന വികസന പ്രവർത്തനങ്ങൾ വടകരയിൽ നടത്തിയത് മുഴുവനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണെന്ന് ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാൻ സാധിക്കും. വടകര കാലാകാലങ്ങളായിട്ട് പ്രതിനിധീകരിച്ചവർ അവർ ഇന്ന മേഖലയിൽ ഇന്ന കാര്യം ചെയ്തു എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. സാധാരണ കിട്ടുന്ന MLAയുടെ ആസ്തി വികസന ഫണ്ട് അത് ഉപയോഗിക്കുന്നതിനല്ലാതെ മറിച്ച് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ വടകരയിൽ നടത്തി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം വടകരയിലെ തീരദേശ മേഖല ചോമ്പാൽ ഹാർബർ, ആ ഹാർബറിൻ്റെ ശോചനീയമായ അവസ്ഥയാണ്. അവിടെ ടോയ്ലറ്റ് സൗകര്യമില്ല, ശുദ്ധജലമില്ല, അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് പോലും മര്യാദയ്ക്കില്ല. അവിടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ ബോട്ടുകൾ അവിടെ വേസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ തീരത്ത് ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്ക് ആ ഹാർബർ തന്നെ ഇല്ലാണ്ടാവും. കാരണം ആ ഡ്രഡ്ജിങ് കൃത്യമായിട്ട് നടക്കുന്നില്ല,
ആ ബോട്ടുകളൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ബോട്ടുകളൊക്കെ കടൽ ഭിത്തിയിൽ അടിച്ചിട്ട് തകർന്നു പോകുന്ന കാഴ്ചയാണ് അവിടെ സന്ദർശിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവരെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന സമയത്ത് ഞാൻ കുന്നുമ്മക്കരയും മേപ്പയിലൊക്കെയുള്ള കൈത്തറി തൊഴിലാളികളുടെ ആ നെയ്ത്തുശാലകൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസമായി ആ കൈത്തറി തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്തത് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടാകും. തുച്ഛമായ ശമ്പളമാണ്, അത് കഴിഞ്ഞ 6 മാസമായിട്ട് ലഭിക്കുന്നില്ല. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളായിട്ടുള്ള തുണിത്തരങ്ങൾ ഹാൻഡെക്സിലേക്കാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. ഹാൻഡെക്സിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിലുള്ള സൊസൈറ്റികൾക്ക്, കൈത്തറി സൊസൈറ്റികൾക്ക് കിട്ടാനുള്ളത്. ഇങ്ങനെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, അത് മൺപാത്ര നിർമ്മാണം, കരകൗശല നിർമ്മാണം, അതേപോലെ തന്നെ കൈത്തറി നിർമ്മാണം, ഇങ്ങനെയുള്ള പാരമ്പര്യ കൈത്തറി കരകൗശല മേഖലകളൊക്കെ തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ വടകരയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് 2 മുന്നണികളെ മാത്രം പരീക്ഷിച്ച് വിജയിപ്പിച്ചതാണ് വടകരയിൽ. അപ്പോൾ വടകരയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വടകരയ്ക്കും നരേന്ദ്രമോദിയുടെ വികസനം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥിക്ക് വിജയിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം വടകരയുടെ മനസ്സിനുണ്ട്. അതിനനുസരിച്ച് അവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സംഘടനയുടെ കെട്ടുറപ്പിനെ യാതൊരു തരത്തിലും അത് ബാധിച്ചിട്ടില്ല, അത് ബാധിക്കുകയില്ല. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ജനങ്ങൾക്ക് ഒന്ന് നരേന്ദ്രമോദിയിൽ ഭയങ്കര വിശ്വാസമാണ്. എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും നരേന്ദ്രമോദിയിനോട് ഭയങ്കര വിശ്വാസമാണ്. ഒന്ന്, നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് വരെ ഇന്ത്യൻ രാഷ്ട്രീയം കറപ്ഷനായിരുന്നു. യൂത്തൊന്നും രാഷ്ട്രീയത്തിനോട് തീരെ താല്പര്യം കാണിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു UPA സർക്കാരിൻ്റെ ഭരണകാലം. അതിലൊരു മാറ്റം കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒരു രാഷ്ട്രീയ നേതാവിനേക്കാളും കൂടുതൽ രാഷ്ട്രീയ പരിജ്ഞാനം ഒരു സാധാരണ വോട്ടർക്കുണ്ട്. കാരണം 2-3 ചാനലുകൾ സ്ഥിരമായിട്ട് കാണുന്ന സാധാരണക്കാരുണ്ട്, സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളൊക്കെ. അവർക്കൊക്കെ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകും. പണ്ടൊക്കെയാണെങ്കിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തി പറഞ്ഞാൽ ആൾക്കാർക്ക് രണ്ടാമത് ഗ്രാസ്പ് എടുക്കാൻ കുറേ ടൈം എടുക്കുമായിരുന്നു. ഇപ്പോൾ ഈ 2 മുന്നണികളുടെ സംവിധാനം, ഒരു ഭാഗത്ത് SDPI ഒരു മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്നു, മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി മറുഭാഗത്ത്. ഒരു വികസന കാഴ്ചപ്പാടിന് പകരമായിട്ട് ഒരു എന്താ പറയേണ്ടത്, ഒരു ഈ സെമിറ്റിക് മതങ്ങൾ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടെത്തിക്കാൻ 2 മുന്നണികളും ശ്രമിക്കുന്നത്. ഈ തീരദേശത്തെ ഇപ്പം മത്സ്യത്തൊഴിലാളികൾ ഇവർക്ക് കടലാക്രമണം, അവരെ ജോലിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കുറെ പദ്ധതികളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്ത് അതിലെന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ കുറേ ട്രെയിനുകൾ നിർത്താത്ത വിഷയമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഉള്ള VIP റൂമും കാര്യങ്ങളൊക്കെ അത് എടുത്തു പോയിട്ടുണ്ട്. ആദ്യം അത് ഉദ്ഘാടന സമയത്ത് കുറേ മറ്റേ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, AC റൂം, അതൊക്കെ ഇപ്പോൾ എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം എന്തെങ്കിലും മാറ്റങ്ങൾ? അതിപ്പം നമ്മളിപ്പം കുരിയാടി കേന്ദ്രീകരിച്ചിട്ട് കുരിയാടിയിലുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലായിട്ട് ചോമ്പാലേക്ക് പോകുന്നത്. അപ്പം കുരിയാടിയുള്ള മത്സ്യത്തൊഴിലാളികൾ ചോമ്പാലിലേക്ക് പോകുമ്പോഴേക്ക് ഒരു വർഷം ഏകദേശം 1.5 കോടി രൂപയോളം ട്രാവലിംഗ് എക്സ്പെൻസ് വരുന്നുണ്ട്.
ഒരു വെള്ളത്തിൽ 10-25 പേര് പോകണമെങ്കിൽ ആ 25 പേര് കൊള്ളുന്ന ഒരു ട്രാവലർ അല്ലെങ്കിൽ ആ സംവിധാനത്തിലാണ് കുരിയാടി നിന്ന് ചോമ്പാലേക്ക് പോവുക. അങ്ങനെ ഒരു വർഷം ഏകദേശം 1.5 കോടി രൂപയോളം ട്രാവലിംഗ് എക്സ്പെൻസിന് വേണ്ടി വരുന്നു. ഇപ്പോൾ BJPയുടെ നിവേദനത്തിൻ്റെ ഫലമായിട്ട് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ വിഭാഗം കേന്ദ്ര ഗവൺമെൻറ് കുരിയാടിയിൽ ഒരു ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കാനുള്ള എല്ലാ സർവേ സംവിധാനങ്ങളും പ്രാഥമിക അതിൻ്റെ വയബിലിറ്റിയൊക്കെ പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ MLAയുടെ ഭാഗത്തു നിന്നും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമില്ലാത്തത് കൊണ്ടാണ് ആ പദ്ധതി ഇങ്ങനെ ഡിലേ ആയി വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ വണ്ടി ഇപ്പം 2 വണ്ടി പുതുതായിട്ട് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. BJPയുടെ നിവേദനത്തിൻ്റെ ഫലമായിട്ട് ആ AC ഹാളിൽ ലാഭകരമല്ല എന്നതുകൊണ്ട് മാത്രമാണ് അത് കോയമ്പത്തൂരിലൊരു ഏജൻസി ആയിരുന്നു അത് കരാർ എടുത്തത്. ആ കരാർ അത് റെഡ്യൂസ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ആ AC റൂം പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. BJPയുടെ മുഖന്തിരിക്കുന്ന ഒരു രീതിയാണ് കൊണ്ടുവരുന്നത്. കാരണം 2021 ഇലക്ഷനിൽ BJPക്ക് 7% വോട്ട് പത്താമത് രാജേഷ്കുമാർ. നിങ്ങൾ എങ്ങനെയാണ് ഈ വിമുഖതയെ മറികടക്കുക? മോദിയുടെ പെർഫോമൻസ് മാത്രം മതിയോ? അതിന് കാണുന്നത് ഹൈദരാബാദ് പാർട്ടി എന്നൊരുമില്ല അതുകൊണ്ടൊക്കെ. തീർച്ചയായിട്ടും ഒന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് BJPയെ ഒന്ന് ആക്സസ് ചെയ്യാനുള്ള ഒരു വിമുഖത ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ ഗുണഫലം കിട്ടാത്ത ഒരു വീട് പോലുമില്ല. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നത് കേരളത്തിലെ 26 ലക്ഷം കുടുംബങ്ങൾക്കാണ്. 26 ലക്ഷം വീടുകൾക്ക് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി ഈ 22 ഗഡുക്കളായിട്ട് 44,000 രൂപ ഇപ്പം ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന 26 ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2019 മുതൽ അന്ത്യോദയ അന്നപൂർണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുടുംബത്തിന് 35 കിലോ ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കട മുഖാന്തരം സൗജന്യമായി കൊടുക്കുന്ന പദ്ധതി അത് 2019 മുതൽ തുടരുന്നുണ്ട്. അതിപ്പോഴും ഏകദേശം ഒരു വാർഡിലുള്ള 350 വീടുണ്ടെങ്കിൽ ഒരു 100-150 വീടുകൾക്ക് ആ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ AY കാർഡ് ഒരു വാർഡിൽ ഒരു 50 വീടുകൾക്ക് AY കാർഡിൽ ഒരു കാർഡ് അംഗത്തിന് 5 കിലോ ഭക്ഷ്യധാന്യം എന്നുള്ള രീതിയിൽ ആ കുടുംബത്തിൽ എത്ര പേരാണോ ഉള്ളത് അത്രയും ഭക്ഷ്യധാന്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ 50 കുടുംബങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. പിന്നെ അതേപോലെ പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന പ്രസവിക്കുന്ന ആളുകൾക്ക് 5,000 രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് മാതൃവന്ദൻ യോജന. ആദ്യത്തെ പ്രസവത്തിനാണ് അത് കൊടുക്കുന്നത്. രണ്ടാമത്തെ പ്രസവത്തിന് പെൺകുട്ടിയാണ് പ്രസവിക്കുന്നതെങ്കിൽ 6,000 രൂപ കൊടുക്കുന്ന പദ്ധതി. അതും കിട്ടാത്ത ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ ഒരു 10-50 കുടുംബങ്ങൾ അതിൽ അംഗമായിട്ടുണ്ടാകും. അതേപോലെ തന്നെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ ആളുകൾക്കും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് അത് കിട്ടാത്ത അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ഒരു 10-25-50 വീട് ഒരു ബൂത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ ജൽജീവൻ മിഷൻ്റെ കുടിവെള്ള പൈപ്പ് എത്താത്ത ഒരു വീടും ഒരു വാർഡിലുമില്ല. അപ്പം ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നരേന്ദ്രമോദിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇന്നലെ വരെ ജനങ്ങൾ വിചാരിച്ചത് എന്താണ്? വാർഡ് മെമ്പറാണ് ഇത് ചെയ്യുന്നത്, പഞ്ചായത്താണ് ഇത് ചെയ്യുന്നത്, സംസ്ഥാന സർക്കാരാണ് അരി കൊടുക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്നത്. ആ ജനങ്ങൾ കുറച്ചുകൂടിയോ വിജിലൻ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് നരേന്ദ്രമോദിക്ക് അനുകൂലമാണ്, അത് BJPക്ക് അനുകൂലമാണ്. ഇവിടെ ഇപ്പോൾ വടകര രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പം കൊലപാതക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചർച്ച വരുന്നത്. അപ്പോൾ അത് BJPക്ക് അതിന് എതിരെ എങ്ങനെ അത് രാഷ്ട്രീയം എന്താ പറയാനുള്ളത്? അല്ല, അക്രമ രാഷ്ട്രീയത്തിന് BJP എക്കാലത്തും എതിരാണ്. ആരക്രമം നടത്തിയാലും അതൊക്കെ ഞാനങ്ങനെ വ്യക്തിപരമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു
എന്താ പറയേണ്ടത്, ഒരു വ്യക്തി വിരോധത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വികാരത്തിൻ്റെ മേലിൽ വന്നൊരു പാർട്ടിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിന് എത്ര കണ്ട് ശോഭിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതൊന്ന് ക്ലിയർ ചെയ്യൂ, അതൊന്നും മനസ്സിലായില്ല. വ്യക്തിപരമായി പറഞ്ഞത് അപ്പം ഇന്ന് ഉദ്ദേശിച്ച പാർട്ടി എന്നാണെങ്കിലും 2008 വന്ന പാർട്ടിയാണ്. അപ്പോൾ 18 വർഷമായി ആ പാർട്ടിയുടെ പ്രധാനിക്കുക. എന്നിട്ടും അങ്ങനെ ഒരു എന്തായാലും ആയുസില്ല എന്നുള്ള രൂപത്തിലാണോ പറഞ്ഞത്? അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നാ പറയേണ്ടത്, ഇപ്പം ഒന്ന് BJP, മറുഭാഗത്ത് BJP ഇതര്, ഈ രണ്ട് രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം കേന്ദ്രീകരിച്ച് വരികയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ഥലത്തും പ്രാദേശികമായിട്ടുള്ള സംസ്ഥാന പാർട്ടികൾ സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എന്താ പറയേണ്ടത്, ഡൽഹി അടക്കി ഭരിച്ചിരുന്നതായിരുന്നു ആം ആദ്മി പാർട്ടി. അത് ഏകദേശം അവിടെ ഇല്ലാതായി. അങ്ങനെയാണ് അത് ഒരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘടനയെങ്കിൽ അതിന് നിലനിൽക്കുന്നുണ്ടാവും. ആശയമായിട്ടുള്ള സംഘടന പോലും നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഇന്ത്യയിൽ പടർന്ന് പന്തലിക്കേണ്ടത്. കാരണം സാധാരണക്കാരൻ്റെ പേരാണ് പറയുക. അപ്പം അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടി മോചിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിൻ്റെ ആശയം എന്താണ്? അവരെൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ആളുകളെയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ആ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ളത് നരേന്ദ്രമോദിയാണ്, BJP ആണ്. അതിൻ്റെ അനുരണനം നമ്മുടെ വടകരയിലും എന്തായാലും ഉണ്ടാകും എന്നാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഫീൽഡ് പോയ സമയത്ത് ജനങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി. ഈ നമ്മളിപ്പം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള നമ്മളറിയാം, ഇറാൻ അതേപോലെ പശ്ചിമേഷ്യ മുഴുവനായിട്ട് യുദ്ധത്തിൻ്റെ ഭീതിയിലാണ് അല്ലേ? എല്ലാ രാജ്യങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഗ്യാസിൻ്റെ ഒക്കെ വില വർദ്ധിപ്പിച്ചു, എല്ലാ രാജ്യങ്ങളും. അതിന് നമ്മളെ രാജ്യം മാത്രം വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിന്നത് ഇന്ത്യയാണ്. അത് പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും എക്സൈസ് ഡ്യൂട്ടി സർക്കാർ എടുത്തു കളഞ്ഞു കേന്ദ്രം. ഇപ്പം ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യമാണ് ദേശീയപാത വികസനത്തിൻ്റെ കാര്യം പറയുന്നത്. ഇവിടെ ഇപ്പം ഈ വടകര നഗരത്തിൽ തന്നെ വടകര ഭാഗത്ത് തന്നെ കരാറും ഉപകരാറും കൊണ്ട് ജനത്തിന് ദുരിതമാണ് മാറിയത്. ദേശീയപാത ഒരു സ്ഥലത്തും ആർക്കും പോകാത്ത അവസരം. കേന്ദ്രം ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേരിൽ ഈ കാര്യത്തിൽ ഈ പ്രശ്നത്തിൽ BJPയുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒരു ശക്തമായ ഇടപെടലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം കാണുന്നത് ഇന്നും വരെ വലിയ ബ്ലോക്കാണ്. ജനസംബന്ധിച്ചോ ജനങ്ങൾ ആകെ ആശങ്കയിലാണ്. എന്നിട്ട് ഈ പണി തീരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. കാരണം ഈ ദേശീയപാതയുടെ ഈ വികസനത്തിന് വേണ്ടിയിട്ട് ഈ സാറ്റലൈറ്റ് സർവേയും ഡിജിറ്റൽ സർവേയും കഴിഞ്ഞതിന് ശേഷം ദേശീയപാത അതോറിറ്റി എല്ലാ ജില്ലാ കലക്ടർമാർക്കും ഓരോ ജില്ലയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ജില്ലാ കലക്ടർമാർക്ക് ഇതിൻ്റെ DPRും അതിൻ്റെ ഡീറ്റെയിൽ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും വെച്ചിട്ട് എല്ലാ ജനപ്രതിനിധികൾ, ഇപ്പം വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ, അങ്ങനെയുള്ള എല്ലാ കോഴിക്കോട് രാമനാട്ടുകര മുതൽ നമ്മുടെ അഴിയൂർ ചുങ്കം വരെയുള്ള എല്ലാ ജനപ്രതിനിധികളുമായിട്ട് കലക്ട്രേറ്റിൽ പണി തുടങ്ങുന്നതിൻ്റെ 8 മാസം മുന്നേ യോഗം നടത്തി അവിടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ കാണിച്ചു കൊടുത്ത് ഇതാണ് നാഷണൽ ഹൈവേ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു അലൈൻമെൻറ്റാണ്. ആ സമയത്ത് ഈ പറഞ്ഞ ജനപ്രതിനിധികൾ മുഴുവനായിട്ട് ആ DPRൽ ഒരു മാറ്റം വരുത്താതെ കൈയടിച്ച് പാസ്സാക്കി ഇത് കലക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്തു. അത് അംഗീകരിച്ചു. പണി തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലാവുന്നത് പല സ്ഥലത്തും വെള്ളക്കെട്ടാണ്, അതേപോലെ അണ്ടർപാസ് ഇല്ല, ഓവർപാസ് ഇല്ല. ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ആ DPRൽ മാറ്റം വരുത്താൻ വേണ്ടി ഈ അടുത്ത റീസെൻ്റായിട്ട് ഈ നമ്മളെ പുതുപ്പണം SP ഓഫീസിൻ്റെ താഴെ ഏറ്റവും അവസാനമായിട്ട് വന്ന അണ്ടർപാസ് അതാണ്. അപ്പം കൃത്യമായിട്ട് നമ്മുടെ ജനപ്രതിനിധികൾ അതിൽ ഇടപെടാത്തത് കൊണ്ടാണ് ഒന്ന് ഡിലേ ആയത്. മറ്റൊന്ന് നമ്മൾ തന്നെ ഈ നിതിൻ ഗഡ്കരിയെയും അതേപോലെ തന്നെ ഈ NHAIയുടെ പ്രൊജക്റ്റ് ഡയറക്ടറെയും എല്ലാം കണ്ടിട്ട്
ഈ പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്പനിക്കെതിരായിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം വടകര റീച്ചായിരുന്നു ഏറ്റവും ആദ്യമായിട്ട് ആരംഭിച്ചത്. ആ വടകര റീച്ചിൽ ആരംഭിച്ച സമയത്ത് മൂരാട് പാലത്തിൻ്റെത് മാത്രമാണ് ഒരു 2 കിലോമീറ്റർ റോഡ്. ആ പുതുപ്പണം SP ഓഫീസ് മുതൽ മൂരാട് പാലം വരെയുള്ള 2 കിലോമീറ്റർ റോഡും ആ ബ്രിഡ്ജും അത് E5 എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. അത് അവർ കൃത്യമായിട്ട് അവർ പറഞ്ഞ ടൈമിൽ തന്നെ അവർ വർക്ക് നടത്തി അവർ തിരിച്ചുപോയി. പക്ഷേ ഈ വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള റീച്ച് ഒരു കമ്പനിയാണ് എടുത്തത്. ആ കമ്പനി കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പല സ്ഥലത്തും അണ്ടർപാസ് വരാനും അതേപോലെ കൗപാസ് അനുവദിക്കാനും ഒക്കെ തന്നെ. കാരണം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ പഴങ്കാവിലേക്ക് പോകുന്ന ഭാഗത്ത് നാഷണൽ ഹൈവേൻ്റെ പണി തുടങ്ങിയത് 2021 കാരണം കൊറോണ കഴിഞ്ഞ പാടാണ് 2021. ആ 21 കൃത്യമായിട്ട് ആൾക്കാർക്ക് അറിയാം. എന്നിട്ട് ഇപ്പോഴാണ് ഒരു മാസമായിട്ടുള്ളൂ അവിടെയുള്ള ജനങ്ങൾ, ആ പ്രദേശത്തുള്ള ജനങ്ങൾ അവർ കലക്ടറെ സമീപിച്ചു. കലക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പം കലക്ടർ ചോദിച്ചത് നിങ്ങൾ ഇത്രയും കാലമായിട്ട് എന്ത് ചെയ്യായിരുന്നു? കാരണം ഇതിൻ്റെ പണി ആരംഭിച്ചിട്ട് 4 വർഷമായി, 4 വർഷം കഴിഞ്ഞ്. അപ്പം ആ ഒരു ഇതാണ്. കാരണം ഒന്ന് വൈകുന്നതിന് നമ്മളും ഒരു കാരണക്കാരാണ്. കാരണം കൃത്യമായിട്ടുള്ള ഇടപെടൽ കൃത്യമായ സമയത്ത് നടത്താത്തത് കൊണ്ടുള്ള ഒരു പ്രയാസം നമുക്കുണ്ടായിട്ടുണ്ട്. അത് ഈ കമ്പനി മുതലാക്കുകയാണ്. ഇപ്പോൾ തന്നെ വടകര കോഫി ഹൗസിൻ്റെ മുന്നിൽ വരെയാണ് മേൽപ്പാലം എന്നുള്ളത്. അതിന് ശേഷം അത് വരുന്നത് വയഡക്റ്റ് എന്നുള്ള രീതിയിൽ മണ്ണടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം അത് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വീണ്ടും പോയിട്ടുണ്ട്. അപ്പം ഈ റിക്വസ്റ്റ് പോകുന്നതിനനുസരിച്ചിട്ട് കരാറുകാരെന്ത് പണിയെടുക്കും, അതിൻ്റെ ഒരു തീരുമാനം വരുന്നതിന് വേണ്ടിയിട്ട് ഡിലേ ആക്കും. എങ്കിലും ഈ കരാറ് എടുത്ത കമ്പനീനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, അവർ വളരെ മോശമായ രീതിയിലാണ് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഞങ്ങൾ BJP എന്നുള്ള രീതിയിൽ BJPയുടെ നേതൃത്വത്തെയും അതേപോലെ തന്നെ സംവിധാനത്തെ നമ്മളെ PT ഉഷ മേഡം ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കാര്യങ്ങൾ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഇപ്പോൾ വർക്ക് കഴിയുന്നതാണെങ്കിൽ ഇനിയും 2-3 വർഷം തുടരുന്ന പറയുന്നത്. ഇപ്പം നിലവിലുള്ള ഈ പറഞ്ഞ ഇന്ത്യൻ കോഫി ഹൗസ് മുതൽ ഇങ്ങോട്ടേക്ക് വരുന്ന വർക്കുകൾ പുതുതായിട്ട് ഫയലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എടുക്കുന്നുള്ള പറയുന്നത്. അതിപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒരു ഒക്ടോബർ മാസത്തിൽ പ്രൊജക്റ്റ് ഡയറക്ടർ കണ്ട സമയത്ത് ഈ കരിമ്പനപ്പാലം മുതൽ പെരുവാട്ടം താഴെ വരെയുള്ള ഭാഗം ഒഴിച്ച് ബാക്കിയൊക്കെ ഈ 2025 ഡിസംബർ കഴിഞ്ഞ 2025 ഡിസംബറിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുമെന്നും ബാക്കിയുള്ള ഈ കരിമ്പനപ്പാലം മുതൽ പെരുവാട്ടം താഴ കൈനാട്ടി വരെയുള്ള ഭാഗം 2026 ഡിസംബറിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ഈ വയഡക്റ്റ് സംവിധാനമാണ് വരുന്നതെങ്കിൽ ചില സമയത്ത് വീണ്ടും നീളാനുള്ള, കാരണം ജനങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ക്ഷമിക്കുന്നതിന്. കാരണം ജനങ്ങൾ ക്ഷമിക്കുന്ന എന്താണ്, ഇന്നല്ലെങ്കിൽ നാളെ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ, ട്രാഫിക് ബ്ലോക്കില്ലാതെ യാത്ര ചെയ്യാം എന്നതുകൊണ്ടാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത്. കാരണം അത്രയും പൊടികളാണ്. കാരണം 2021 മുതൽ ആ പുതിയ സ്റ്റാൻഡ് പരിസരമുള്ള ആൾക്കാർ, അത് യാത്രക്കാരായിക്കോട്ടെ അവിടെയുള്ള ഷോപ്പുകാരായിക്കോട്ടെ എല്ലാവരും കഷ്ടപ്പെടുകയാണ്. അപ്പം അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള സംവിധാനം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാവും. തൊഴിലില്ലായ്മയൊക്കെ വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ ഈ വടകരയിൽ ഇപ്പോൾ അഭ്യസ്തരായിട്ടുള്ള കുറേ ആൾക്കാരും കാര്യങ്ങളും, അപ്പോൾ എന്തെങ്കിലും IT ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനുള്ള? കാരണം നമ്മളിപ്പം ഈ ടൂറിസം ഹെറിറ്റേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം കേരളത്തിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഏകദേശം 50 ലക്ഷത്തോളം ചെറുപ്പക്കാരുണ്ട് തൊഴിലില്ലാത്തവരായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗണ്യമായ വിഭാഗം വടകരയിലുമുണ്ട്. അപ്പോൾ എല്ലാവരും പുറം സംസ്ഥാനത്ത് അല്ലെങ്കിൽ പുറം രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം തൊഴിൽ സൃഷ്ടിക്കാനുള്ള സംവിധാനം ഈ പറയുന്ന കൈത്തറി മേഖല ഒന്ന് പരിപോഷിപ്പിക്കണം. അതേപോലെ തന്നെ AI സംവിധാനത്തിലൂടെയുള്ള ഡിജിറ്റൽ സംവിധാനം, അതേപോലെയുള്ള IT സെക്ടറിലുള്ള, അതേപോലെ ടൂറിസം കണക്ടിവിറ്റി, ഇതൊക്കെ ആയിട്ട് ഒരു ഹബ്ബായിട്ട് വടകരയെ മാറ്റാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിനുള്ള സാധ്യതയും വടകരയുണ്ട്. ഒരുപാട് പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് വടകര. ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥിയാണല്ലോ. അതെ, ദേശീയ ജനാധിപത്യം എന്ന് പറയല്ലാതെ മറ്റു ഘടകകക്ഷികളൊന്നും സഹായിക്കുന്നില്ല വടകര.
തീർച്ചയായും ഞങ്ങളോട് BDJS സജീവമായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെ വീട് സമ്പർക്കത്തിനും നമ്മുടെ പ്രചരണത്തിനും നമ്മുടെ കൺവെൻഷനിലൊക്കെ അവർ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ BJPയുടെ അത്ര പൊതുവെ ഒരു സ്ഥാനാർത്ഥിയുടെ ചെലവഴിക്കേണ്ട പരമാവധി 40 ലക്ഷം. അതെ അതെ. നിങ്ങൾ ഈ പൈസ എങ്ങനെയാണ് കേന്ദ്രത്തോടെ സഹായമാണ്? അല്ല, നമുക്കെന്ന് വെച്ചാൽ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് റെസീറ്റ് അടിക്കുന്നുണ്ട്. അത് ബൂത്തുകളിൽ പോയിട്ട് പ്രവർത്തകന്മാർ കളക്ട് ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊക്കെ പത്രക്കാർ പറയുന്നതാണ്. പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പാർട്ടിക്കാർക്കാണ് അറിയാൻ പറ്റുക. പുറത്ത് നടക്കുന്നത്, കാരണം ഏതെങ്കിലും ഒരു സോപ്പിൻ്റെ പരസ്യം, ഈ സോപ്പ് നല്ലതാണെന്ന് ആ കമ്പനി പറയും, പക്ഷെ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് അത് മനസ്സിലാവും ഇത് നല്ലതാണോ ചീത്തയോ എന്നുള്ളത്. നിങ്ങൾ ഇപ്പം നഗരത്തിലില്ലെങ്കിലും കേന്ദ്രത്തിലുണ്ടല്ലോ, നിങ്ങൾ ഇവിടുത്തെ MLA MP ആരെങ്കിലാവട്ടെ, BJP എന്ത് റോളായി ഇതുവരെ ഈ മാറ്റത്തിന് വേണ്ടിയിട്ട്? കാരണം നമ്മളൊരു ഫെഡറൽ സംവിധാനമാണ്. നമുക്ക് ഡയറക്റ്റ് ഈ ഇന്ന മേഖലയിൽ ഇടപെടാനുള്ള പരിമിതിയുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം എന്ന് പറയുന്നത് നാളികേര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നബാർഡിൻ്റെ നേതൃത്വത്തിൽ 1 കോടി മുതൽ 10 കോടി രൂപ വരെ 50% സബ്സിഡി നിരക്കിലുള്ള ലോണ് കൊടുക്കുന്നുണ്ട്. അത് ഈ മേഖലയിൽ, വടകര മേഖലയിൽ ഇപ്പോൾ കുറ്റ്യാടി, വട്ടോളി 2 എണ്ണത്തിന് പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ പാരമ്പര്യമായിട്ട് നമ്മളെന്താണ് നാളികേരം, വെളിച്ചെണ്ണ, അതല്ലാതെ വേറൊന്നും നമ്മളെ മനസ്സിലില്ല. തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മളൊന്നുമില്ല. എൻ്റെ നാട്ടിലൊരാളുണ്ട്, അദ്ദേഹം ഈ വെളിച്ചെണ്ണയുടെ മാർക്കറ്റിങ്ങിൻ്റെ ആളാണ്, ഗൾഫിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് ഇന്ത്യയിലാണ്. അപ്പം നമ്മളിവിടെയുള്ള കൊപ്രകൾ മുഴുവനായിട്ട് മഹാരാഷ്ട്രയിൽ പോയിട്ട് അവിടുന്ന് വെളിച്ചെണ്ണയായിട്ട് നമുക്ക് 20% പോലും വെളിച്ചെണ്ണ ആ പാക്കറ്റിൽ ഉണ്ടാവില്ല. അത് തിരിച്ച് നമ്മളെ മാർക്കറ്റിൽ തന്നെയാണ് വരുന്നത്. അപ്പം അത് ഇത്രയും കാരണം നമ്മളെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണം. അല്ലാതെ നമ്മൾ കേന്ദ്രം ഡയറക്റ്റ് ചെയ്യാനുള്ള ആ ഓപ്ഷൻ ആ സംവിധാനത്തിനില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജയിപ്പിക്കണം എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, സാധാരണക്കാരുടെ വീടുകളിലൊക്കെ എത്തുന്നത് സെൻട്രൽ ഗവൺമെന്റ് അതൊന്നും ഡയറക്റ്റ് ആയിട്ട് വരുന്നില്ലല്ലോ, സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് വരുന്നില്ലല്ലോ, സ്റ്റേറ്റിന്റെ പല ഡിപ്പാർട്ട്മെന്റ് വഴി പോകുന്നില്ല. അല്ല, ഇതിൽ ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഡയറക്റ്റ് ഈ ബെനിഫിഷ്യറീൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. യാതൊരു ഇടനിലക്കാരനുമില്ല. കൃത്യമായിട്ട് പാസ്ബുക്ക് ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വരുന്നതാണ്. അത് കൃത്യമായിട്ട് മോഡിയുടെ പൈസയെന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പറയാം. മോഡിയുടെ പൈസ വന്നിട്ടില്ല. അത് ആ ഒരു ഇതാണ്. ആ പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന, പേര് കൊണ്ട് തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന, അത് കൃത്യമായിട്ട് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഷാഫി പറമ്പിൽ MP പറയുന്നത് താനൊരു MP എന്ന രൂപത്തിൽ കേന്ദ്ര സർക്കാരിൽ എന്ത് സമർപ്പിച്ചാലും എന്ത് നിവേദനം കൊടുത്താലും ഒന്നിനും മറുപടിയും കിട്ടുന്നില്ല, ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഈ സർക്കാർ ഇങ്ങനെ പ്രതിപക്ഷക്കാരെ ദ്രോഹിക്കുന്നുണ്ടോ? ഈ BJP സർക്കാർ മോശമല്ലേ? അയ്യോ, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു ഗവൺമെൻറ്റാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് അത് എനിക്ക് വസ്തുതാപരമായിട്ട് ശരിയല്ല. കാരണം 2 ആഴ്ച മുന്നേ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് ഷാഫി പറമ്പിൽ നിവേദനം കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ വടകരയിൽ 2 ട്രെയിനുകൾക്ക് റീസെൻ്റായിട്ട് സ്റ്റോപ്പ് അനുവദിച്ചത് അത് എൻ്റെ നിവേദനത്തിൻ്റെ ഫലമായിട്ടാണെന്നാണ് MP പത്രക്കാരോട് പറഞ്ഞത്. അപ്പോൾ അതൊന്നും അല്ല, അങ്ങനെയല്ല. അപ്പം ഏത് കാര്യങ്ങളും കൃത്യമായിട്ട് പരിഗണിക്കുക, അവരുടെ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരെയും 145 കോടി ഇന്ത്യക്കാരെയും ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് 12 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നത്. ഞാൻ ജയിക്കും എന്നുള്ളതല്ലേ, ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. പറയാം.